ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ മാമ്പഴത്തിൻ്റെ സീസണിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ എന്താണല്ലേ. അപ്പം ഇന്ന് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ മാങ്ങയൊക്കെ തൊലി കളഞ്ഞിട്ട് വെക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 മാങ്ങയാണ്. 6 എടുത്തായിരുന്നു, പക്ഷെ 2 കേടായിട്ട് അങ്ങ് കളഞ്ഞു. അപ്പോൾ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. അപ്പോൾ പിന്നെ അതിന് ശേഷം 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇടണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഏകദേശം ആ മാങ്ങ മുങ്ങുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം ഉണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരയ്ക്കുക. ഓക്കെ, നന്നായിട്ട് അരക്കണം. പിന്നെ ഏകദേശം നമ്മുടെ മാങ്ങയൊക്കെ വെള്ളം വറ്റിയിട്ട് വന്നാൽ നന്നായിട്ട് വെന്ത് ഏകദേശം ഒരു വെള്ളം വറ്റിയ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ഈ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് വേവിക്കാം. നമ്മൾ ആ തേങ്ങയുടെ ആ ഒരു എന്താ പറയുക, ആ ടേസ്റ്റും ഒക്കെ നമ്മുടെ ഈ മാങ്ങയിൽ അങ്ങോട്ട് കൂടിച്ചേരണം കേട്ടോ. മാങ്ങ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും അതിൻ്റെ ഒക്കെ ആ ടേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പൊക്കെ എടുത്താൽ മതി. അത്ര വലിയ പുളിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 1 കപ്പോ നമ്മുടെ ആവശ്യത്തിന് ഏകദേശം പുളി നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തൈര് എടുക്കാം കേട്ടോ. തൈര് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ മാങ്ങയിലൊക്കെ ആ തേങ്ങയൊക്കെ വറ്റി നല്ല മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ കളർ വേണ്ടിയിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നല്ല യെല്ലോ കളർ തന്നെ വരും. ഫസ്റ്റ് ഇങ്ങനത്തെ കളറായിരിക്കും, അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. പിന്നെയും മഞ്ഞപ്പൊടി ഇടാൻ നിൽക്കണ്ട. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നല്ല കളർ വരും. എന്നിട്ട് തൈര് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിനി വറവിടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇടുക, പിന്നെ കടുക് ഇടുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ അടുത്ത് മറ്റേ കുരുമുളക് ഉണ്ടായിരുന്നില്ല, കായ്മുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് എടുത്തു. പിന്നെ കുറച്ച് നല്ലോണം കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് കഴിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാലാണ് കേട്ടോ, നല്ലോണം തണുത്ത് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടിയും നല്ലോണം തണുത്ത് കഴിഞ്ഞാലാണ് ഈ മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കില്ലേ ഈ പുളിയും നമ്മുടെ തൈരിൻ്റെ പുളിയും ഈ മറ്റേ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്